നിങ്ങൾക്ക് കുറെ വർഷത്തിന് ശേഷം എല്ലാവരും കൂടെ കണ്ടപ്പോൾ സന്തോഷം തോന്നിയില്ലേ? അപ്പൊ ഇനി ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം. എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ാം തീയതി നിങ്ങളുടെ അസോസിയേഷന്റെ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്. അതിലെല്ലാവരും പങ്കെടുക്കും. ഞാനല്ല പറയേണ്ടത്. ഏകദേശം പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ നിങ്ങൾക്ക് പരസ്പരം കാണാനൊരു അവസരം. ഇപ്രാവശ്യവും ആ ബീന ഗൗരിയൊക്കെ ഹൈദരാബാദിൽ നിന്ന് വന്നിരുന്നു 2 പേര്, ഒരു അജയൻ, ഒരു ബീന ഗൗരി ഓഗസ്റ്റ് 15. ഞാനുണ്ടായിരുന്നു. ആ മീറ്റിംഗ് കുട്ടികളുടെ മീറ്റിംഗ് ആണെങ്കിലും ഞാനുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പങ്കെടുക്കുക. അതിൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു, അനിതയുടെ ചേച്ചിയും മാപ്പൂനും 2 പേരും ഉണ്ടായിരുന്നു, രേഖയും പ്രീതയും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അതുപോലെ വന്നാൽ നിങ്ങൾക്ക് പരസ്പരം കാണുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങളെ എപ്പോഴും ഓർക്കുന്നത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്ന ചെറിയ കുട്ടികളായിട്ടാണ്. അന്ന് ശകാരിച്ചിട്ടുണ്ടായിരിക്കും, അടിച്ചിട്ടുണ്ടായിരിക്കും, ഇതൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിരിക്കാൻ പറയുന്നുണ്ടായിരിക്കാം, അച്ഛനെയും അമ്മയും ഒക്കെ കൊണ്ടുവരാൻ പറയും. ഇതെല്ലാം പക്ഷേ ഇതൊന്നും ഇപ്പം ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഞങ്ങൾക്ക് അതോടുകൂടി ഞങ്ങൾ മറക്കും. കാര്യം നിങ്ങളുടെ നന്മ മാത്രമേ ഞങ്ങൾ ചിന്തിക്കാറുള്ളൂ ആ സമയത്ത്. അല്ലാതെ ആരോടും വ്യക്തികളിലാണെങ്കിലോ ഒരു ടീച്ചർ, ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, അധ്യാപകരായിട്ടുള്ള ആർക്കും തന്നെ അത് പറ്റില്ല. ഉള്ളവരുണ്ടോ എങ്കിൽ എനിക്കറിയില്ല, എൻ്റെ അനുഭവത്തിലില്ല. കാണുക എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം മക്കളെ കാണുന്നത് പോലെ തന്നെ സന്തോഷമുള്ള കാര്യമാണ്. അതിലെപ്പോഴും ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ. നിങ്ങളിവിടെ പങ്കെടുക്കുക. ജനറൽ സെക്രട്ടറി പറയാറുള്ള ഒരു വാക്കുണ്ട്, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് കേരള സമാജത്തിൻ്റെ സമ്പത്ത്. അദ്ദേഹം പ്രസംഗിക്കുമ്പോഴൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അറിയുമോന്നറിയില്ല, അദ്ദേഹത്തിനെ കുമ്പളക്കാട്ടിൽ എന്ന് പറയുന്ന ആള് നിങ്ങൾ പഠിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആൾ അദ്ദേഹം അല്ലായിരുന്നിരിക്കാം. പക്ഷേ കുറച്ച് വർഷം കൊണ്ട് അദ്ദേഹമാണ് പെരുമ്പടവൻ ശ്രീധരൻ സാർ ഉണ്ടായിരുന്നപ്പോൾ പ്രസംഗിക്കുക